അർജുൻ മട്ടന്നൂർ നമ്മളോടൊപ്പം ചേരുന്നു. എന്താണ് അർജുൻ മട്ടന്നൂർ ഇപ്പോഴത്തെ എറണാകുളത്ത് നിന്ന് ഉള്ള സ്ഥിതി? ഉണ്ണി ബാലകൃഷ്ണൻ, സാങ്കേതിക പ്രശ്നങ്ങൾ നിരവധി ബൂത്തുകളിലൊക്കെ തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നിൽക്കുന്നത് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ആലുവ കീഴ്മാടാണ്. കീഴ്മാട് 4-ാം മൈലിലുള്ള കാർമൽ കോളേജിലാണ്. 116-ാം ബൂത്തിൽ ഇവിടെ ഏതാണ്ട് 1 മണിക്കൂറിലേറെയാണ് പോളിംഗ് തടസ്സപ്പെട്ടത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള 106-ാം ബൂത്തിൽ 2 മണിക്കൂറിലേറെയും പോളിംഗ് തടസ്സപ്പെട്ടിട്ടുണ്ട്. രാവിലെ 7 മണി മുതൽ തന്നെ അവിടെ പോളിംഗ് തടസ്സപ്പെട്ടിരുന്നു. അത് 9 മണിക്കാണ് പുതിയ യന്ത്രം എത്തിച്ചത്. അതേസമയം ഈ കാണുന്ന ബൂത്തിൽ ഏതാണ്ട് 8:50 മെഷീൻ തകരാറായി. 10 മണിയോടെയാണ് മെഷീൻ പുതിയതായി എത്തിച്ചത്. എന്തായാലും നിരവധി പേർ ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ചൂട് കൂടുന്നതിന് മുൻപ് പരമാവധി പേർ വോട്ട് ചെയ്തു പോകാനായിരുന്നു ശ്രമിച്ചത്. എന്നാൽ ഈ യന്ത്രം തകരാറായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ വോട്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട്. എത്ര മണിക്കാണ് എത്തിയത്? ഞങ്ങൾ 9 മണിക്കൂടെ എത്തിയതാ. ഇന്ന് ജുമായുടെ ദിവസമാണല്ലോ. അപ്പോൾ അത് ചെയ്യണേലും മുന്നേ വന്ന് വോട്ട് ചെയ്ത് പോകാൻ വേണ്ടി വന്നവരെല്ലാവരും തിരിച്ചു പോകേണ്ടി വന്നു. കുറേ പേര് തിരിച്ചു. ഒരു 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായി. കുറേ നേരം തകരാറായി. എന്തോ തകരാറായി. ചേച്ചി എത്ര 9 മണിക്ക് വന്നതാ ഞങ്ങള്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതാണ് സാഹചര്യം. മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മെഷീൻ തകരാറായിട്ടുണ്ട്. പക്ഷേ 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെയാണ് ഈ ചില ബൂത്തുകളിൽ മെഷീൻ തകരാറാവുകയും അതുകൊണ്ട് വോട്ടർമാർ വലിയ പ്രയാസം അനുഭവിക്കുകയും ചെയ്തത്. എന്തായാലും നിരവധി വോട്ടർമാർ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. അവർക്ക് വൈകിട്ട് സമയം നീട്ടി നൽകണം എന്നാണ് വിവിധ മുന്നണികളുടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. എന്നാൽ അത് കഴിയില്ല. 6 മണിക്ക് മുൻപ് ഇവിടെ എത്തിയാൽ സാധാരണ രീതിയിലുള്ള വോട്ട് ചെയ്യാനുള്ള സൗകര്യം നൽകാമെന്ന് മാത്രമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്തരമൊരു പ്രതിഷേധം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നിരവധി വോട്ടർമാർ ക്യൂവിൽ നിൽക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ബൂത്തുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കാര്യങ്ങൾ വൈകുന്നു എന്നുള്ളതാണ്. ചാലക്കുടി മണ്ഡലത്തിൽപ്പെട്ട ബൂത്താണ് ഇപ്പോൾ അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകിയത്.